മഴത്തോരും മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. രാജീവനാണെങ്കിൽ അലീനയോട് ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കിയാണ് പോയിരിക്കുന്നത്. നാളെ നിന്നെ ഇവിടെ കണ്ടുപോകല് എന്ന് രാജീവൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അലീന പോകാനായിട്ട് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മനു ആണെങ്കിൽ വന്നിട്ടുണ്ട് കൊല്ലപ്പള്ളിയിൽ. അപ്പോൾ രാജീവനായിട്ട് സംസാരിക്കുകയാണ്. രാജീവൻ പറയാണ്, മനു, നീ ഇതിനകത്തൊന്നും ഇടപെടാൻ പാടില്ല. നീ ഈ കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയാണ്. അങ്കിളെ, എന്ത് ചെയ്യുന്നതിനൊരു ന്യായം വേണ്ടേ? ഞാൻ ന്യായത്തിൻ്റെ സൈഡാണ്. അങ്കിളിൻ്റെയും ബാലേന്ദ്ര അങ്കിളിൻ്റെയും അലീനയുടെയും സൈഡിലാണ് ന്യായം എന്ന് നമ്മുടെ മനു പറയാണ്. അപ്പോൾ രാജീവൻ പറയാണ്, നിനക്കിതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കട്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നാളെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന്. ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് രാജീവൻ പറയുകയാണ്. മനു ഒന്നും മിണ്ടുന്നില്ല. മനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ പിറ്റേന്നാണെങ്കിൽ മനു ആണെങ്കിൽ വൈജയടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ തന്നെ അവിടെ രോഹിത്തും നമ്മുടെ ഭവിതയും കൃഷ്ണമോളും എല്ലാവരും ഉണ്ട്. അപ്പം അവരാണെങ്കിൽ മനുവിനെ കണ്ടപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജീവങ്കൾ വന്നപ്പോൾ അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ പറയുകയാണ്. എൻ്റെ ഭവിത പറയാണ്, മനുവേട്ട, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് കൊണ്ടുപോകും. ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. ഞങ്ങളുടെ കുടുംബം പഴയ പോലെ അവൾ വന്നതിന് ശേഷമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് എന്ത് ചെയ്യാനാണ്? അമ്മയ്ക്ക് ഇവിടെ നിർത്തുന്നത് ഇഷ്ടമല്ല, അച്ഛൻ അവളെ ഇവിടെ നിർത്തണം. ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നും ഭവിത ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് രോഹിത്തേട്ടനും അവളെ വലിയ ഇഷ്ടമല്ല. പിന്നെ കുറച്ചെങ്കിലും അവളുടെ സൈഡിൽ നിൽക്കുന്ന ഇതേ കൃഷ്ണ മാത്രമേ ഉള്ളെന്ന് പറയുകയാണ്. കൃഷ്ണ പറയാണ്, ഇപ്പം എനിക്ക് അങ്ങനൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു സമാധാനം വരണം. അലീന ചേച്ചി പോകുന്നതെന്നല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്. എന്തുവായാലും ഇതിനൊരു പരിഹാരം കണ്ടിട്ട് പോകണം മനുവേട്ടാന്ന് ഭവിതയും പറയുന്നുണ്ട്. അപ്പം മനു പറയണം, നിങ്ങൾ വിഷമിക്കേണ്ട, എന്തായാലും ഇതിനൊരു പരിഹാരം ഉടനെ തന്നെ കണ്ടെത്താം എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അങ്കിളിനെ നിന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വൈജി അങ്ങോട്ട് വരികയാണ്. അപ്പം നീ അവളെ കൊണ്ടുപോകാനെങ്ങാനും വന്നതാണോ എന്ന് വൈജി ചോദിക്കുകയാണ്. ഏയ്, ഞാൻ അങ്കിളിനെ ഒന്ന് കാണാൻ വന്നതാണ്. വൈജി പറയാണ്, അങ്കിളിനെ കാണാനൊന്നുമില്ല. രാജീവേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവളെ ഇന്ന് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാജീവേട്ടൻ്റെ വേറൊരു മുഖം കാണുമെന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയെന്ന് പറയണം. എനിക്ക് അവളെ ഇവിടെ വേണ്ട. ആൻറ്റി, ഇത്രയും വാശി വേണോ ആൻറ്റി എന്ന് മനു എപ്പോഴും ചോദിക്കുന്നു. എനിക്ക് വാശി തന്നെ, അവളെ ഇവിടെ വേണ്ട. കാരണം ഞാനും മക്കളെ കാക്കി ബാലേന്ദ്രന് പ്രധാനം അവളാണ്. അവളിവിടെ വേണം. അത് നടക്കത്തില്ല. എൻ്റെ കുടുംബത്തിൽ അത് നടക്കത്തില്ല എന്ന് വൈജ വാശി പിടിക്കുകയാണ്. പിന്നെ എൻ്റെ ആവശ്യം ഇവിടെ എന്തുവാ എന്ന് വൈജ ചോദിക്കുകയാണ്. ഞങ്ങളാരെയും കാണുന്ന പോലും ബാലേന്ദ്രന് ഇഷ്ടമല്ല. അതിവിടെ നടക്കത്തില്ല എന്ന് വൈജ പറയാണ്. എന്തായാലും ഞാൻ അങ്കിളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞു മനു അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിൽ ചെന്നപ്പോൾ ബാലേന്ദ്രൻ ഇവിടെ കട്ടിലിൽ കിടക്കുവാണ്. എന്താ മനു, എന്താ പതിവില്ലാതെ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. രാജീവ് അങ്കിൾ ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കണം. വന്ന് ഇവിടെ എന്നെ കുറേ ഭീഷണിയൊക്കെ മുഴക്കി പറഞ്ഞിട്ട് പോയേക്കുവാണ്. ഇന്ന് അലീന ഇവിടുന്ന് പോകണമെന്നാണ് ഭീഷണി. ഇല്ലെങ്കിലേ ഇവിടെ അങ്ങ് എന്തോ ചെയ്ത് കളയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്കിളിനൊന്ന് ക്ഷമിച്ചൂടെ? അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അങ്കിളിനെത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അവർ 5 പേരല്ല, ആര് വന്നു കഴിഞ്ഞാലും എൻ്റെ വാക്കിനും എൻ്റെ തീരുമാനത്തിനുമാണ് പ്രാധാന്യം. അതിനാണ് ശക്തി കൂടുതലെന്ന് പറയുകയാണ്. എന്നാലും ഒന്നും കൂടെ ചിന്തിച്ചൂടെ അങ്കിളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. ഇല്ല. മനു പിന്നെയും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം പറയാണ്, കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീന ഇവിടുന്ന് മാറി നിൽക്കട്ടെ അങ്കിളെ എന്ന് പറയുകയാണ്. ഇതൊക്കെ ഒന്ന് തണുക്കുമ്പോൾ അവളെ തിരിച്ച് ഞാൻ തന്നെ കൊണ്ടുവരാം. നടക്കത്തില്ല മനു എന്ന് പറയുകയാണ്. അപ്പം ബാലേന്ദ്രന് നല്ല വാശിയിലാണെന്ന് മനസ്സിലായി. മനു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായ മനു തിരിച്ചിറങ്ങി വരികയാണ്. മനു ഇറങ്ങി വരുമ്പോൾ താഴെ വായിച്ച് നിൽപ്പുണ്ട്. എന്താ പറഞ്ഞു ബാലേന്ദ്രൻ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ച് നിന്നോ എന്ന് പറഞ്ഞ് മനു അങ്ങ് മുത്തശ്ശിയുടെ അടുത്തിട്ട് പോവുകയാണ്. മുത്തശ്ശിയെ കാണുമ്പോൾ, മോൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? രാജീവും കൂടെ വന്നപ്പോഴത്തേക്ക് പ്രശ്നം മഹാവഷളായിരിക്കുക. എന്ത് ചെയ്യാനാ മുത്തശ്ശി? 2 പേര് 2 സൈഡിൽ നിന്നും യുദ്ധം നടത്തിയാണ്. ഒരു സൈഡിൽ ബാലേന്ദ്രൻ്റെ യുദ്ധം, അങ്കിളുടെ യുദ്ധം, ഒരു സൈഡിൽ വൈജയന്തിയുടെ യുദ്ധം. അങ്ങനെ 2 സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അമരുന്നത് അലീന പാവം പെൺകുട്ടിയാണ്. ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് ഒരു പിടിയില്ല മുത്തശ്ശി.
അപ്പോൾ മുത്തശ്ശി പറയാം, അതാ മക്കളെ എന്നാ ചെയ്യാൻ, ഇതിൻ്റെ എന്തും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ആ വൈജിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതിൻ്റെ കൂടെ ആ രാജീവും കൂടെ വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ അവളൊക്കെ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവർക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? ബാലേന്ദ്രൻ്റെ സുഖമില്ലാതെ ഇരിക്കുക, അതിനനുസരിച്ച് പെരുമാറിക്കൂടെ എന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ അവസാനം എവിടെ ചെന്നെത്തുമെന്ന് അറിയത്തില്ല മക്കളെ എന്ന് മുത്തശ്ശി പറയാണ്. അപ്പം മനു പറയാണ്, എന്തായാലും രണ്ടുപേരും കൂടെ അടിച്ച് തന്നെ നിൽക്കുകയാണ്, ഇത് എവിടെ ചെന്നെത്തുമെന്ന് കാണാം മുത്തശ്ശി എന്ന് പറയാണ്. അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര വിഷമം. രണ്ടുപേരുടെ വാശിക്ക് ഒരു കുറവുമില്ല എന്ന് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനു ആണെങ്കിൽ മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അലീനെ കാണുകയാണ്. അലീന ഭയങ്കര സങ്കടപ്പെട്ടാണ് മനുവിൻ്റെ അടുത്തോട്ട് വരുന്നത്. മനുവേട്ടാ, ഇവരെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാ എന്ന് അലീന പറയുകയാണ്. അങ്കിളിൻ്റെ അടുത്ത് ഇപ്പം ബാലേന്ദ്ര സാറിൻ്റെ അടുത്ത് മനുവേട്ടൻ സംസാരിച്ചിട്ട് എന്തോ ആണ് സാറ് പറഞ്ഞതെന്ന് അലീന ചോദിക്കുകയാണ്. എന്ത് പറയാൻ, അങ്കിളിനും നല്ല വാശിയിലാണ് നിന്നെ പറഞ്ഞു വിടത്തില്ലെന്ന്, ആൻറ്റി വാശിയിലാണ് നിന്നെ പറഞ്ഞു വിടണമെന്ന്. എന്തോ ചെയ്യാനാ, രണ്ടുപേരും വാശിയില്ല. ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് അങ്കിളിനോട് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ നീയായിട്ട് സംസാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റുമായിരിക്കുമെന്ന് മനു പറയുകയാണ്. അപ്പം അലീന പറയുകയാണ്, ഞാനിപ്പോൾ ആര് പറയുന്നത് കേൾക്കണ്ടേ എന്നുള്ള ധർമ്മസങ്കടത്തിലാണെന്ന് അലീന പറഞ്ഞെന്ന് സങ്കടപ്പെടുവാണ്. അങ്ങനെ മനു അങ്ങ് പോവുകയാണ്. അലീനയാണെങ്കിൽ ബാലേന്ദ്രനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ അവരുടെ കട്ടിലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഫോണും നോക്കി. എന്താ അലീന, ഞാൻ ബെല്ലടിച്ചില്ലല്ലോ, പിന്നെന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ സാറിനോട് സംസാരിക്കാനാണ് വന്നത്. എന്നോട് എന്ത് സംസാരിക്കാനുണ്ട്? അല്ല, സാർ അറിഞ്ഞല്ലോ, രാജീവ് സാർ ഇവിടെ വന്നിട്ട് എന്നോട് പോവാൻ പറഞ്ഞ കാര്യമൊക്കെ സാർ അറിഞ്ഞില്ലേ? അറിഞ്ഞ്. നീ പോകുന്നുണ്ടോ? അപ്പം അലീന പറയാണ്, ഞാൻ പോവാൻ തന്നെ ആണ് എൻ്റെ തീരുമാനം. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു പ്രശ്നം തീരും. സാറിനും സമാധാനവും മേഡത്തിനും സമാധാനവും. ഞാനിവിടെ നിൽക്കുന്നുണ്ട് ആർക്കും ഒരു ഗുണമില്ല. നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ പറയാതെ നിനക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇനി അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, രാജീവ് സാറേ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, പോയേ പറ്റൂ. ഇന്നൊരു ദിവസവും കൂടി എനിക്ക് സമയം തന്നോളൂ, അതുകൊണ്ട് തന്നെ ഞാൻ പോവും. ഇനി ഞാനിവിടെ നിൽക്കത്തില്ല. ആർക്കും ഒരു ബാധ്യതയായിട്ടോ ആർക്കും ഒരു വിഷമമായിട്ടോ ഞാനിവിടെ നിൽക്കത്തില്ല. ഞാൻ പോയാൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവൻ ഉണ്ടാവും, അതല്ലേ നല്ലത് എന്ന് പറയണം. അപ്പം നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നീ പോയി കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് കുടുംബജീവിതം ഉണ്ടാവുന്നത്? എനിക്കോ അതോ വൈജിക്കോ? നീ പോയാൽ സംഭവിക്കുന്നത് ഞാൻ തോറ്റുപോകും. കാരണം ഞാൻ രാജീവിൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിരിക്കുകയാണ്, നീ പോവുകയാണെങ്കിൽ രാജീവനും വൈജയും ജയിച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അവരുടെ മുന്നിൽ എന്നെ തോൽപ്പിക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആരെയും ജയിപ്പിക്കണമെന്ന് തോൽപ്പിക്കണമെന്നില്ല, എനിക്ക് ആരോടും ഒരു വാശിയില്ല. എന്നെ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചാൽ മതി, അത് സാറിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് അലീന പറയാണ്. അതുകൊണ്ട് ഞാൻ പോവും സാറേ, ഉറപ്പായിട്ടും ഞാൻ പോകും എന്ന് അലീന പറയുകയാണ്. അപ്പം നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചാൽ നീ സ്വയം വന്ന് ചാടിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് അലീന പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ ആ ഫോൺ റെക്കോർഡ് ഓണാക്കുന്നത്, രേവതിയും അലീനയും തമ്മിൽ സംസാരിക്കുന്നത്. ആ തള്ളയെടുത്ത് പറ, ഞാൻ നിങ്ങളുടെ മോളാണെന്ന്, നിങ്ങളെ കാണാൻ വന്നതാണ്. രേവതി അലീനയോട് പറയുന്ന ഫോൺ റെക്കോർഡാണ് ഓണാക്കി കേൾപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് പോകാൻ നിന്ന അലീനയാണെങ്കിൽ ഈ റെക്കോർഡ് കേട്ട് ഞെട്ടി തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ച് നിൽക്കുകയാണ് അലീന. അപ്പോൾ ബാലേന്ദ്രൻ വന്നിട്ട് പറയാണ്, നീ സ്വയമേ വന്ന് ചാടിയതല്ലേ ഇങ്ങോട്ട്, നീ ആരും ഈ കുഴിയിലേക്ക് തള്ളിയിട്ടല്ലോ, അതുകൊണ്ട് തന്നെ നിനക്ക് സ്വയം ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ട് പോകാമെന്നും നീ വിചാരിക്കണ്ട എന്ന് അലീനയോട് പറയാണ് ബാലേന്ദ്രൻ. ഇനി നിനക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണം, ഞാൻ പറയാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് അലീനയോട് ബാലേന്ദ്രൻ പറയാണ്. എനിക്കറിയായിരുന്നു നീ വൈജയുടെ മകളാണെന്ന്. എന്നെ ചതിച്ച് അവളോട് ഞാൻ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? എങ്ങനെ അവളോടൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റും? നീ പറ. ഇനി നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തീരുമാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനിത് കേൾപ്പിക്കും. അതോടെ വൈജ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മക്കളുടെ മുന്നിൽ നാണം കെട്ട് അവൾ ജീവിക്കാൻ ഒരിക്കലും വിചാരിക്കത്തില്ല. അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വിചാരിക്കും. നിനക്ക് നിൻ്റെ അമ്മയെ ആത്മഹത്യയിലേക്ക് നയിക്കണോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. പാവം അലീനയാണെങ്കിൽ മുഖവും പൊത്തിപ്പിടിച്ചിന്ന് കരയുകയാണ്. എന്നിട്ട് പറയാണ്, വേണ്ട, ഒരു കാര്യവും അറിയാതാണ് അവൾ ഈ ആട്ടം ഇത്ര നടത്തുന്നത് എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്.
അവൾ ഇപ്പോഴും എൻ്റെ മുന്നിൽ നല്ല പുള്ളി ചെമയാണ്. ഇത്രയും വലിയ തെറ്റിലൂടെ കടന്നു പോയിട്ട് അവൾ എന്നെ 22 വർഷമിട്ട് കഷ്ടപ്പെടുത്തിയത് എൻ്റെ മുന്നിൽ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച് എന്നെ ഭരിച്ച് ആ ഒരു ജീവിതം ഇനി വേണ്ട. ഇനി ഞാൻ പറയുന്നത് അവളെ കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. അതുപോലെ തന്നെ ഞാൻ പറയാതെ നിനക്കിനി പോവാൻ പറ്റത്തില്ല. അങ്ങനെ പോകുന്ന ഒരു സമയത്ത്, തീരുമാനം എടുക്കുന്ന ആ സമയത്ത് നീ ഓർക്കണം, ഇത് അവളുടെ മക്കളും അവളും ബാക്കിയുള്ളവരെല്ലാം കേൾക്കാൻ ഇടയാവും. അതോടെ ഇതിനെല്ലാം ഒരു പരിഹാരമാവും. പലതരം പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അലീന. പാവം കരയുന്നത് കൊണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.